ഹലോ, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം.കോമിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പറായ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സിലെ 4th ചാപ്റ്ററായ എലമെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിലെ പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന ടോപ്പിക്കാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. The Board of Directors is the highest authority in any company. As per Section 179 Companies Act 2013, the Board of Directors of a company shall be entitled to exercise all such powers and to do all such acts and things as the company is authorized to exercise and do. ഏതൊരു കമ്പനിയുടെയും ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റിയാണ് ഡയറക്ടർ ബോർഡ്. സെക്ഷൻ 179 കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിന് അത്തരം എല്ലാ പവേഴ്സും എക്സസൈസ് ചെയ്യാനും അത്തരം എല്ലാ ആക്ട്സ് ആൻഡ് തിങ്സ് ചെയ്യാനും കമ്പനിക്ക് അധികാരമുണ്ട്. ദാറ്റ് മീൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ എക്സസൈസ് ഓൾ സച്ച് പവേഴ്സ് ഫോർ വിച്ച് കമ്പനി ഈസ് ഓതറൈസ്ഡ്. കമ്പനിക്ക് ഏതെല്ലാം പവേഴ്സ് ഓതറൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എക്സസൈസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ ഡു ഓൾ സച്ച് ആക്ട്സ് ഓർ തിങ്സ് ഫോർ വിച്ച് കമ്പനി ഈസ് ഓതറൈസ്ഡ്. കമ്പനിക്ക് ഓതറൈസ്ഡ് ആയ ഓൾ സച്ച് ആക്ട്സ് ഓർ തിങ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എക്സസൈസ് ചെയ്യാം. ഇനി ബോർഡിൻ്റെ ചില പവേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് പവർ ഓഫ് ബോർഡ് സബ്ജക്റ്റ് ടു അതർ പ്രൊവിഷൻസ്. മറ്റ് വ്യവസ്ഥകൾക്ക് വിധേയമായി ബോർഡിൻ്റെ പവർ. While exercising such power or doing such act or thing, the board shall be subject to the provisions contained in that behalf. ചില പവേഴ്സ് എക്സസൈസ് ചെയ്യുമ്പോൾ, ചില ആക്ട് ഓർ തിങ് ചെയ്യുമ്പോൾ ബോർഡ് അതിനായി അടങ്ങിയിരിക്കുന്ന ചില വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ആണ് പറയുന്നത് ദ കമ്പനീസ് ആക്ട് ഓർ ദ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ഓർ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓർ എനി റെഗുലേഷൻ മെയ്ഡ് ബൈ ദ കമ്പനി ഡ്യൂറിങ് ജനറൽ മീറ്റിംഗ്സ്. ജനറൽ മീറ്റിംഗ്സിൽ കമ്പനി ഉണ്ടാക്കിയ ഏതെങ്കിലും റെഗുലേഷൻ. അതായത് ഈ പ്രൊവിഷൻസിന് വിധേയമായിട്ടായിരിക്കും ബോർഡ് അവരുടെ ചില പവേഴ്സ് എക്സസൈസ് ചെയ്യുന്നുണ്ടാവുക. ബോർഡ് ഈസ് സുപ്രീം പവർ ഓഫ് എ കമ്പനി ആഫ്റ്റർ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ശേഷം ഒരു കമ്പനിയുടെ സുപ്രീം പവറാണ് ബോർഡ്. However, the power of board can be restricted by the Companies Act 2013, Articles of Association, Memorandum of Association, and members of company by passing a resolution in this behalf. എന്നിരുന്നാലും ബോർഡിൻ്റെ പവർ കമ്പനീസ് ആക്ട് 2013, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, കമ്പനി മെമ്പേഴ്സ് റെസല്യൂഷൻ പാസ്സാക്കുന്നതിലൂടെ ബോർഡിൻ്റെ പവർ റെസ്ട്രിക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത പവറായിട്ട് പറയാണ് പവർ എക്സസൈസ്ഡ് ബൈ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിങ്ങിൽ കമ്പനി എക്സസൈസ് ചെയ്യുന്ന പവർ. ദ ബോർഡ് ഷാൾ നോട്ട് എക്സസൈസ് എനി പവർ ഓർ ഡു എനി ആക്ട് ഓർ തിങ് വിച്ച് ഈസ് ഡയറക്റ്റഡ് ഓർ റിക്വയർഡ് വെദർ അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013 ഓർ ബൈ ദ മെമ്മോറാൻഡം ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി ഓർ അതർവൈസ് ടു ബി എക്സസൈസ്ഡ് ഓർ ഡൺ ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. ബോർഡ് കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ കമ്പനിയുടെ മെമ്മോറാൻഡം ഓർ ആർട്ടിക്കിൾസ് വഴിയോ അല്ലെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ കമ്പനി എക്സസൈസ് ചെയ്യുന്നതിനായി നിർദ്ദേശിച്ചതോ ആവശ്യപ്പെടുന്നതോ ആയ ഏതെങ്കിലും ആക്ട് ഓർ തിങ് ചെയ്യരുത്. ന്യൂ റെഗുലേഷൻ നോട്ട് ഇൻവാലിഡേറ്റ് ആക്ട് ഡൺ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. പുതിയ റെഗുലേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്ത നിയമം ഇൻവാലിഡേറ്റ് ചെയ്യുന്നില്ല. No regulation made by the company in general meeting shall invalidate any prior act of the board which would have been valid if that regulation had not been made. ജനറൽ മീറ്റിംഗിൽ കമ്പനി ഉണ്ടാക്കിയ ഒരു റെഗുലേഷനും ബോർഡിൻ്റെ ഏതെങ്കിലും മുൻകൂർ പ്രവൃത്തിയെ ഇൻവാലിഡേറ്റ് ചെയ്യില്ല. അത് ആ റെഗുലേഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ വാലിഡ് ആയിരിക്കും. That means restrictions on power of board made by members shall be prospective effect rather retrospective, that is members can't invalidate prior act done by board of directors. അതായത് മെമ്പേഴ്സ് ഉണ്ടാക്കിയ ബോർഡിൻ്റെ അധികാരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് മുൻകാല പ്രാബല്യത്തിൽ വരും. അത് മെമ്പേഴ്സിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മുൻകൂർ ചെയ്ത ആക്ടിനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് പവറായിട്ട് പറയാണ് പവർ എക്സസൈസ്ഡ് ബൈ പാസിംഗ് റെസല്യൂഷൻ അറ്റ് ബോർഡ് മീറ്റിംഗ്സ്. ബോർഡ് മീറ്റിംഗ്സിൽ റെസല്യൂഷൻ പാസ്സാക്കി എക്സസൈസ് ചെയ്യുന്ന പവർ. ദർ ആർ സർട്ടൻ പവേഴ്സ് ഓഫ് ബോർഡ് ദാറ്റ് ക്യാൻ ഓൺലി ബി എക്സസൈസ്ഡ് ബൈ പാസിംഗ് റെസല്യൂഷൻ അറ്റ് ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിൽ റെസല്യൂഷൻ പാസ്സാക്കുന്നതിലൂടെ മാത്രമേ ചില
പവേഴ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റൂ. ദിസ് ഈസ് ഡൺ ആസ് പെർ സെക്ഷൻ 175 കമ്പനീസ് ആക്ട് 2013. സെക്ഷൻ 175 കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. The board of directors of a company shall exercise the following powers on behalf of the company by means of resolutions passed at meetings of the board. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡിൻ്റെ മീറ്റിങ്ങുകളിൽ പാസ്സാക്കിയ റെസൊല്യൂഷൻസ് വഴി കമ്പനിക്ക് വേണ്ടി ഇനി പറയുന്ന പവേഴ്സ് എക്സസൈസ് ചെയ്യും. ഏതൊക്കെയാണെന്ന് നോക്കാം. മേക്ക് കോൾസ് ഓൺ ഷെയർ ഹോൾഡേഴ്സിനെ കോൾ ചെയ്യുക. ഓതറൈസ് ദ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഷെയർസ് ആൻഡ് ഷെയർസിൻ്റെ ബൈബാക്ക് ഓതറൈസ് ചെയ്യുക. ഇഷ്യൂ സെക്യൂരിറ്റീസ് ആൻഡ് സെക്യൂരിറ്റീസും ഷെയർസും ഇഷ്യൂ ചെയ്യുക. ബോറോ മണീസ് പണം കടം വാങ്ങുക. ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക. ഗ്രാൻഡ് ലോൺസ് അനുവദിക്കുക. അപ്രൂവ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യുക. അപ്രൂവ് അമാൽഗമേഷൻ ഓർ അമാൽഗമേഷനോ അല്ലെങ്കിൽ മെർജറോ അപ്രൂവ് ചെയ്യുക. ഡൈവേഴ്സിഫൈ ദ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുക. ടേക്ക് ഓവർ ഒരു കമ്പനി ഏറ്റെടുക്കുക. ഇതൊക്കെയാണ് റെസൊല്യൂഷൻ പാസ്സാക്കി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എക്സസൈസ് ചെയ്യുന്ന പവേഴ്സ്. In accordance with Section 117 Companies Act 2013, a copy of every board resolution shall be filed with the registrar within 30 days of the passing thereof. സെക്ഷൻ 117 കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഓരോ ബോർഡ് റെസൊല്യൂഷൻ്റെയും ഒരു പകർപ്പ് അത് പാസ്സായി 30 ദിവസത്തിനകം രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം. Additionally, Rule 8 of the Companies Rules 2014 has prescribed certain more powers of board. കൂടാതെ 2014 കമ്പനീസ് റൂൾസിലെ റൂൾ 8 ബോർഡിൻ്റെ ചില കൂടുതൽ പവേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. Accordingly, the following powers shall also be exercised by the board of directors of company only by means of resolutions passed at meetings of the board. അതനുസരിച്ച് ബോർഡിൻ്റെ മീറ്റിങ്ങുകളിൽ പാസ്സാക്കിയ റെസൊല്യൂഷൻസിലൂടെ മാത്രമേ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ഇനി പറയുന്ന പവേഴ്സ് എക്സസൈസ് ചെയ്യുള്ളൂ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വണ്ണാണ് പറയുന്നത് മേക്കിംഗ് പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻസ് നൽകുന്നു. സെക്കൻഡ് വണ്ണാണ് അപ്പോയിൻറ്റിംഗ് ഓർ റിമൂവിങ് കീ മാനേജറിയൽ പേഴ്സണലിനെ അപ്പോയിൻറ്റ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്നു. തേർഡ് വണ്ണാണ് പറയുന്നത് അപ്പോയിൻറ്റിംഗ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആൻഡ് സെക്രട്ടേറിയൽ ഓഡിറ്റേഴ്സ്. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിനെയും സെക്രട്ടേറിയൽ ഓഡിറ്റേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനീസ് റൂൾസ് 2014 റൂൾ 8 പ്രകാരം ബോർഡിൻ്റെ ചില മോർ പവേഴ്സ്. നെക്സ്റ്റ് ആണ് ദ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദ ബോർഡിൻ്റെ പവേഴ്സിൻ്റെ ഡെലിഗേഷൻ. The board of directors may delegate such powers, that is, borrow monies, invest the funds, and grant loans or give guarantee or provide security in respect of loans to the following persons by passing a resolution in the board meeting. ബോർഡ് മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി താഴെ പറയുന്ന വ്യക്തികൾക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത്തരം പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യാം. അതായത് പണം കടം വാങ്ങുക, ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക, ലോൺസ് അനുവദിക്കുക, ഓർ ലോണിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി നൽകുക, സെക്യൂരിറ്റി നൽകുക. അപ്പോൾ ഏതൊക്കെ വ്യക്തികൾക്കാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത്തരം പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, മാനേജർ, എനി അതർ പ്രിൻസിപ്പൽ ഓഫീസർ ഓഫ് ദ കമ്പനിയുടെ മറ്റേതെങ്കിലും പ്രിൻസിപ്പൽ ഓഫീസർ, ദ പ്രിൻസിപ്പൽ ഓഫീസർ ഓഫ് എ ബ്രാഞ്ച് ഓഫീസ്, ഒരു ബ്രാഞ്ച് ഓഫീസിലെ പ്രിൻസിപ്പൽ ഓഫീസർ. ഈ പേഴ്സൺസിനൊക്കെയാണ് സച്ച് പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്യാവുന്നത്. നെക്സ്റ്റ് ആണ് റെസ്ട്രിക്ഷൻസ് ഓഫ് പവേഴ്സ് ഓഫ് ദ ബോർഡിൻ്റെ പവേഴ്സിൻ്റെ റെസ്ട്രിക്ഷൻസ്. In compliance with the provisions of Section 179 of Companies Act 2013, the company may impose restrictions and conditions on the exercise by the board of any of the powers specified in Section 179 of Companies Act 2013. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 179 വ്യവസ്ഥകൾ അനുസരിച്ച് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 179 സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പവേഴ്സ് ബോർഡ് എക്സസൈസ് ചെയ്യുന്നതിന് കമ്പനിക്ക് റെസ്ട്രിക്ഷൻസും കണ്ടീഷൻസും ഏർപ്പെടുത്താം. Therefore, the shareholders may impose restrictions and conditions on the exercise by the board of any of the powers specified in Section 179 by passing ordinary resolution in general meeting.
അതിനാൽ ജനറൽ മീറ്റിംഗിൽ ഓർഡിനറി റെസല്യൂഷൻ പാസാക്കി സെക്ഷൻ 179ൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പവേഴ്സ് ബോർഡ് എക്സസൈസ് ചെയ്യുന്നതിന് ഷെയർ ഹോൾഡേഴ്സിന് റെസ്ട്രിക്ഷൻസും കണ്ടീഷൻസും ഏർപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന ടോപ്പിക്കിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഏതൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ട്രസ്റ്റിഷിപ്പ്, ഫോർമുലേഷൻ ഓഫ് മിഷൻ, ഒബ്ജക്ഷൻ ആൻഡ് പോളിസീസ്, ഡിസൈനിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സെലക്ഷൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, ഫിനാൻഷ്യൽ സാങ്ഷൻസ്, ഫീഡ് ഫോർവേഡ് ആൻഡ് ഫീഡ്ബാക്ക്, ലിങ്ക് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്സ്. നമുക്ക് ഇത് എല്ലാം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് പറയുന്നത് ട്രസ്റ്റിഷിപ്പ്. The board of directors act as trustees to the property and welfare of the company. കമ്പനിയുടെ പ്രോപ്പർട്ടിക്കും വെൽഫെയറിനും ട്രസ്റ്റീസ് ആയി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രവർത്തിക്കുന്നു. ഹെൻസ് the board must use the company's property for the long run gain of the company but not for their personal use. അതിനാൽ ബോർഡ് കമ്പനിയുടെ പ്രോപ്പർട്ടി കമ്പനിയുടെ ലോങ് റൺ നേട്ടത്തിനായി യൂസ് ചെയ്യണം, പക്ഷേ അവരുടെ പേഴ്സണൽ യൂസിനല്ല. സെക്കൻഡ് പോയിന്റ് ആണ് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് മിഷൻ, ഒബ്ജക്ഷൻ ആൻഡ് പോളിസീസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് സീ ദ ലോങ് റൺ വ്യൂ ആൻഡ് ഹാവ് ലോങ് റൺ പെർസ്പെക്റ്റീവ് ഓഫ് ദ കമ്പനി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ലോങ് റൺ വ്യൂ കാണുകയും കമ്പനിയുടെ ലോങ് റൺ പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കുകയും വേണം. The board formulates, reviews and reformulates the company's mission, objective and policies which form the basis for strategy formulation and implementation. ബോർഡ് റിവ്യൂസ് ഫോർമുലേറ്റ് ചെയ്യുകയും കമ്പനിയുടെ മിഷൻ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് എന്നിവ പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നു. അത് സ്ട്രാറ്റജി ഫോർമുലേഷനും ഇംപ്ലിമെൻറ്റേഷനും അടിസ്ഥാനമാണ്. തേർഡ് പോയിൻ്റാണ് ഡിസൈനിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. The board designs the structure of the organization based on the objectives, policies, environmental factors, degree of competition, role of quality, expectations of employees, etc. ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, കോമ്പറ്റീഷൻ്റെ അളവ്, ക്വാളിറ്റിയുടെ പങ്ക്, എംപ്ലോയീസിൻ്റെ എക്സ്പെക്റ്റേഷൻ മുതലായവ ബേസ് ചെയ്തിട്ടാണ് ബോർഡ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. ഫോർത്ത് പോയിന്റ് ആണ് സെലക്ഷൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്. ദ ബോർഡ് ഷുഡ് അസ്യൂം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്ക്രീനിങ് ആൻഡ് സെലക്ടിങ് ദ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഹൂ ക്യാൻ ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന ടോപ്പ് എക്സിക്യൂട്ടീവ്സിനെ സ്ക്രീനിങ് ചെയ്യുന്നതിനും സെലക്ട് ചെയ്യുന്നതിനും ഉള്ള റെസ്പോൺസിബിലിറ്റി ബോർഡ് ഏറ്റെടുക്കണം. ചീഫ് എക്സിക്യൂട്ടീവ്സ് ആർ കീ പേഴ്സണൽ ഇൻ ദ പ്രോസസ് ഓഫ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സിലെ പ്രധാന ഉദ്യോഗസ്ഥരാണ് ചീഫ് എക്സിക്യൂട്ടീവ്സ്. ഫിഫ്ത്ത് പോയിന്റ് ആണ് ഫിനാൻഷ്യൽ സാങ്ഷൻസ്. ദ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ലൈക്ക് സാങ്ഷനിങ് ഓഫ് ഫിനാൻസസ് ടു വേരിയസ് പ്രോജക്ട്സ്, റിസർവ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എക്സെട്ര ആർ ടേക്കൺ ബൈ ദ ബോർഡ്. വേരിയസ് പ്രോജക്ട്സിന് ധനസഹായം അനുവദിക്കൽ, റിസർവ്സ്, ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ലോൺസ് ആൻഡ് അഡ്വാൻസസിൻ്റെ റീപേയ്മെൻറ്റ് തുടങ്ങിയ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ബോർഡ് എടുക്കുന്നു. ഫർദർ, ദ ബോർഡ് റിവ്യൂസ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ദ കമ്പനി ഫ്രം ടൈം ടു ടൈം ആൻഡ് റീഫോർമുലേറ്റ്സ് ദ ഫിനാൻഷ്യൽ പോളിസീസ്. കൂടാതെ ബോർഡ് കാലാകാലങ്ങളിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് റിവ്യൂ ചെയ്യുകയും ഫിനാൻഷ്യൽ പോളിസീസ് പരിഷ്കരിക്കുകയും ചെയ്യുന്നു. സിക്സ്ത് പോയിന്റ് ആണ് പറയുന്നത് ഫീഡ് ഫോർവേഡ് ആൻഡ് ഫീഡ്ബാക്ക്. The board has to obtain information from the external environmental factors and feed that information forward to various key points in the company in order to prevent possible hurdles and mistakes in the process of achieving organizational goals. ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സിൽ പോസിബിളായ തടസ്സങ്ങളും മിസ്റ്റേക്സും തടയുന്നതിനായി ബോർഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ നിന്ന് ഇൻഫോർമേഷൻസ് നേടുകയും ആ ഇൻഫോർമേഷൻസ് കമ്പനിയിലെ വേരിയസ് കീ പോയിൻറ്റ്സിലേക്ക് കൈമാറുകയും വേണം. ഫർദർ, ദ ബോർഡ് ഓൾസോ ഒബ്റ്റെയിൻസ് ദ ഇൻഫോർമേഷൻ ഫ്രം ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഫീഡ്സ് ഇറ്റ് ഫോർവേഡ് ടു പ്രിവെൻറ്റ് പോസിബിൾ ഫെയിലിയേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ ദ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ്.
കൂടാതെ ബോർഡ് ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻസ് നേടുകയും ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ഡിസിഷൻ മേക്കിങ്ങിൽ പോസിബിളായ ഫെയിലിയേഴ്സ് തടയുന്നതിന് മുന്നോക്കം നിൽക്കുകയും വേണം. The board also feeds the information back to the executives regarding their failures in decision making with a view to avoid the recurrence of such mistakes. ഇത്തരം മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കാൻ ഡിസിഷൻ മേക്കിങ്ങിലെ ഫെയിലിയേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ബോർഡ് എക്സിക്യൂട്ടീവ്സിന് തിരികെ നൽകുന്നു. Thus, feedback of information helps the board to check and control the activities as board has the ultimate responsibility for the success of the company. അങ്ങനെ കമ്പനിയുടെ സക്സസിൻ്റെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ബോർഡിന് ഉള്ളതിനാൽ ആക്ടിവിറ്റീസ് പരിശോധിക്കാനും കൺട്രോൾ ചെയ്യാനും ഇൻഫർമേഷൻസിൻ്റെ ഫീഡ്ബാക്ക് ബോർഡിനെ സഹായിക്കുന്നു. ലാസ്റ്റ് പോയിൻ്റാണ് ലിങ്ക് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. The board acts as a vital and continuous link between the company and external environment like government, other companies, social and economic institutions, etc. കമ്പനിയും ഗവൺമെൻറ്, മറ്റ് കമ്പനികൾ, സാമൂഹികവും സാമ്പത്തികവുമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ ഇടയിൽ സുപ്രധാനവും കണ്ടിന്യൂസുമായ ലിങ്കുമായി ബോർഡ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് പറയുന്നത് ഡിസൈഡിങ് ദ കമ്പനീസ് ഫ്യൂച്ചർ ഗോൾസ് ആൻഡ് പ്രയോറിറ്റീസ്. കമ്പനിയുടെ ഫ്യൂച്ചർ ഗോൾസും പ്രയോറിറ്റീസും തീരുമാനിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ഇൻഫോം ദം ഓഫ് ദ കമ്പനീസ് ഗ്രോത്ത് ആൻഡ് എൻഷുറിംഗ് ദയർ ഇൻപുട്ട് പ്ലേസ് എ പാർട്ട് ഇൻ ദ കമ്പനീസ് ഫ്യൂച്ചർ. കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ച് അവരെ അറിയിക്കുന്നതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ ഇൻപുട്ട് കമ്പനിയുടെ ഫ്യൂച്ചറിൽ ഒരു പങ്ക് വഹിക്കുന്നുവെന്ന് എൻഷുർ ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് ചെക്കിംഗ് ദ എക്സ്റ്റേണൽ മാർക്കറ്റ് കണ്ടീഷൻസ് ടു എൻഷുർ ദാറ്റ് ദ കമ്പനി ഈസ് ഹെഡഡ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. കമ്പനി റൈറ്റ് ഡയറക്ഷനിൽ ആണെന്ന് ഉറപ്പാക്കാൻ എക്സ്റ്റേണൽ മാർക്കറ്റ് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നു. അടുത്ത പോയിൻ്റാണ് മോണിറ്ററിംഗ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് എൻകറേജിംഗ് ദം ടു അച്ചീവ് ദയർ ടാർഗറ്റ്സ് ഈസ് വൺ ഓഫ് ദ പ്രൈമറി ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുകയും അവരുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് ഡയറക്ടർമാരുടെ പ്രൈമറി ഡ്യൂട്ടീസിലൊന്നാണെന്ന്. നെക്സ്റ്റ് പോയിൻ്റാണ് സെറ്റിംഗ് ദ ബഡ്ജറ്റ് ഫോർ ദ കമ്പനീസ് ഓപ്പറേഷൻസ് ആൻഡ് കീപ്പിംഗ് ടാബ്സ് ഓൺ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് മാർജിൻ. കമ്പനിയുടെ ഓപ്പറേഷൻസിനായി ബഡ്ജറ്റ് ക്രമീകരിക്കുകയും പ്രോഫിറ്റ് ആൻഡ് ലോസ് മാർജിനിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് റിപ്പോർട്ടിംഗ് ബാക്ക് ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. എസ്റ്റാബ്ലിഷിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഫോമിംഗ് പോളിസീസ് ദാറ്റ് എവരി വൺ ഇൻ ദ കമ്പനി വുഡ് ഫോളോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്ഥാപിക്കുകയും കമ്പനിയിലെ എല്ലാവരും ഫോളോ ചെയ്യുന്ന പോളിസീസ് രൂപീകരിക്കുകയും ചെയ്യുക. അടുത്ത പോയിൻ്റാണ് മേക്കിംഗ് ഷുവർ ദ ഓർഗനൈസേഷൻ ഹാസ് എ ഗുഡ് സിസ്റ്റം ഓഫ് ഗവേണൻസ് ആൻഡ് ദാറ്റ് ദർ ഈസ് നോ ഗ്യാപ്പ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷന് ഗുഡ് ഗവേണൻസ് സിസ്റ്റം ഉണ്ടെന്നും കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പ് ഇല്ലെന്നും ഉറപ്പുവരുത്താം. അടുത്ത പോയിൻ്റാണ് ബീയിങ് ഇൻ ആൻ അഡ്വൈസറി കപ്പാസിറ്റി ടു ദ സിഇഒ. സിഇഒയുടെ അഡ്വൈസറി കപ്പാസിറ്റിയിലായിരിക്കുക. ലാസ്റ്റ് പോയിൻ്റാണ് ഡൂയിങ് ഇഫക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ്. ഇഫക്റ്റീവായ റിസ്ക് മാനേജ്മെൻറ്റ് അസസ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോഡ് ഓഫ് കണ്ടക്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനിയിലെ ഡയറക്ടേഴ്സ് എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടാവും. അതാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റാണ് പറയുന്നത് ടു നോട്ട് യൂസ് ദ കമ്പനി ഇൻഫർമേഷൻ ഫോർ പേഴ്സണൽ ഗെയിൻ ഓർ ഇൻസൈഡർ ട്രെയിനിങ്. പേഴ്സണൽ നേട്ടത്തിനോ ഇൻസൈഡർ ട്രെയിനിങ്ങിനോ കമ്പനി ഇൻഫർമേഷൻസ് ഉപയോഗിക്കരുത്. നെക്സ്റ്റ് പോയിൻ്റാണ് ടു നോട്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ പവർ ഓഫ് ദയർ അതോറിറ്റി. അവരുടെ അധികാരത്തിൻ്റെ പവർ മുതലെടുക്കാതിരിക്കാൻ. നെക്സ്റ്റ് പോയിൻ്റാണ് പറയുന്നത് അവോയ്ഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ പേഴ്സണൽ ഇൻട്രസ്റ്റ്സ് ആൻഡ് ദ കമ്പനി. പേഴ്സണൽ ഇൻട്രസ്റ്റ്സും കമ്പനിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒഴിവാക്കുക.
നെക്സ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് ടു മെയിൻറ്റെയിൻ ദ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് നോട്ട് ടു ഡു എനിത്തിങ് ദാറ്റ് കുഡ് ഡിസ്ഹോണർ ദ കമ്പനി. ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ നിലനിർത്താനും കമ്പനിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കാനും. നെക്സ്റ്റ് പോയിന്റ് ആണ് ടു ഡിലിജൻ്റ്ലി ഫോളോ ദ ലീഡ് ആൻഡ് ഓർഡേഴ്സ് ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ കമ്പനി ആൻഡ് നോട്ട് ഗോ അഗെയിൻസ്റ്റ് ഹിം. കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വവും ഓർഡേഴ്സും ശ്രദ്ധാപൂർവം പാലിക്കാനും അദ്ദേഹത്തിന് എഗെയിൻസ്റ്റായി പോകാതിരിക്കാനും. അടുത്ത പോയിന്റാണ് അറ്റൻഡ് ഓൾ ബോർഡ് മീറ്റിംഗ്സ് ആൻഡ് ഗിവ് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ആൻഡ് ഐഡിയാസ്. എല്ലാ ബോർഡ് മീറ്റിംഗ്സും അറ്റൻഡ് ചെയ്ത് യൂസ്ഫുള്ളായ ഇൻസൈറ്റ്സും ഐഡിയാസും നൽകുക. റെസ്പെക്ട് ദ അതോറിറ്റി ഓഫ് ഫെല്ലോ കൊളീഗ്സ്. കൊളീഗ്സിൻ്റെ അധികാരത്തെ റെസ്പെക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ആണ് ടു ഹാവ് എ ഡിബേറ്റ് ഇൻ എ ലോജിക്കൽ കാം ഹെഡഡ് മാനർ ആൻഡ് കം ടു കൺക്ലൂഷൻ വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ മെജോറിറ്റി. ലോജിക്കലും ശാന്തവുമായ രീതിയിൽ ഡിബേറ്റ് നടത്തുകയും മെജോറിറ്റിയുടെ അപ്രൂവലോടെ ഒരു കൺക്ലൂഷനിൽ എത്തുകയും ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി അബൌട്ട് ഇമ്പോർട്ടൻറ്റ് കമ്പനി ഇൻഫോർമേഷൻ. പ്രധാനപ്പെട്ട കമ്പനി ഇൻഫോർമേഷൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി നിലനിർത്തുക. നോട്ട് ടു ലീക്ക് ഇറ്റ് ടു ദ പ്രസ് ഓർ കോമ്പറ്റീറ്റേഴ്സ് ദാറ്റ് വിൽ ബി ഡെട്രിമെൻ്റൽ ടു ദ കമ്പനീസ് ഗ്രോത്ത്. കമ്പനിയുടെ ഗ്രോത്തിന് ഹാനികരമാകുന്ന പ്രസ്സിനോ കോമ്പറ്റീറ്റേഴ്സിനോ അത് ലീക്ക് ചെയ്യരുത്. അടുത്ത പോയിന്റ് ആണ് പറയുന്നത് ടു ആക്സെപ്റ്റ് ദ ഡിസിഷൻസ് വൺസ് ദേ ഹാവ് ബീൻ പാസ്ഡ്. ഡിസിഷൻസ് പാസ്സായി കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ. നെക്സ്റ്റ് പോയിന്റ് ആണ് ആക്ട് ഇൻ ആൻ ഹോണസ്റ്റ് പ്രൊഫഷണൽ ആൻഡ് റെസ്പെക്ട്ഫുൾ മാനർ വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ആൻഡ് എംപ്ലോയീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സുമായും എംപ്ലോയീസുമായും ഹോണസ്റ്റും പ്രൊഫഷണലും റെസ്പെക്റ്റ്ഫുള്ളുമായ രീതിയിൽ പ്രവർത്തിക്കുക. നെക്സ്റ്റ് പോയിന്റ് ആണ് റെക്കഗ്നൈസ് ദാറ്റ് ഓൾ ഈസ് ഹിസ് ആക്ഷൻസ് മസ്റ്റ് ലീഡ് ടു പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കമ്പനി. ഡയറക്ടേഴ്സിൻ്റെ എല്ലാ ആക്ഷൻസും കമ്പനിയുടെ ശരിയായ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും കാരണമാകുമെന്ന് തിരിച്ചറിയുക. ലാസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് പെർഫോം ദ ഡ്യൂട്ടീസ് അസൈൻഡ് ടു ദം വിത്തൗട്ട് ഫെയിൽ. അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടീസ് മുടങ്ങാതെ പെർഫോം ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്ടേഴ്സിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ്. അപ്പോൾ ഡയറക്ടേഴ്സിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.